പശ്ചിമേഷ്യയിൽ സംഘർഷം ശക്തമായതും ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിയിൽ വലയുകയാണ് ലോക സമ്പദ് വ്യവസ്ഥ. ഇപ്പോഴിതാ ഇന്ത്യക്ക് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ ഒരു മാസത്തേക്ക് ഉപരോധത്തിൽ ഇളവ് നൽകിയിരിക്കുകയാണ് അമേരിക്ക. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റാണ് പ്രഖ്യാപനം നടത്തിയത്. കടലിലുള്ള റഷ്യൻ ടാങ്കറുകളിൽ നിന്ന് എണ്ണ വാങ്ങാമെന്നാണ് അറിയിപ്പ്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾക്കിടയിൽ ആഗോള ഊർജ്ജ വിപണി അസ്ഥിരമാകാതിരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ ശക്തമായി എതിർത്ത് രംഗത്തെത്തിയിരുന്നു. ഇന്ത്യക്ക് അധിക തീരുവ പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് US ഇന്ത്യ വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ തീരുവ 18% കുറച്ചു. US കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ തീരുവ 15% കുറഞ്ഞു. അതിനിടെയാണ് ഇറാനെതിരായ ആക്രമണത്തെ തുടർന്ന് ആഗോളതലത്തിൽ എണ്ണ വ്യാപാരം പ്രതിസന്ധിയിലായത്. ഇറാന്റെ ആക്രമണം മിഡിൽ ഈസ്റ്റിലുടനീളം എണ്ണ ഉൽപാദനത്തെ ബാധിച്ചിട്ടുണ്ട്. ആഗോള എണ്ണ വിതരണത്തിന്റെ 20% കൈകാര്യം ചെയ്യുന്ന ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് സ്ഥിതി കൂടുതൽ ഗുരുതരമായി. ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയർന്നു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ഇന്ന് രാവിലെ ബാരലിന് $83.07 ഉയർന്നു. 50 ദിവസത്തേക്ക് ഇന്ത്യയിൽ എണ്ണ പ്രതിസന്ധിയില്ല എന്നാണ് അധികൃതർ അറിയിച്ചത്. എന്നാൽ മുൻകരുതൽ നടപടികൾ എടുക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരുന്നു. അതിനാൽ രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കാൻ സാധ്യതയില്ലെന്നാണ് അറിയിപ്പ്. യുക്രൈനിലെ അധിനിവേശത്തിനെതിരെ റഷ്യയെ സമ്മർദ്ദത്തിലാക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ നവംബറിലാണ് റഷ്യൻ എണ്ണ കമ്പനികളായ ലക്കോയിലിനും റോസ്നെഫ്റ്റിനും മേൽ ഉപരോധം ഏർപ്പെടുത്തിയത്. ജനുവരിയിൽ ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി പ്രതിദിനം ഏകദേശം 1.1 ദശലക്ഷം ബാരലായി കുറഞ്ഞു. 2022 നവംബറിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണിത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അടുത്ത ഒരു മാസത്തേക്ക് ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാൻ സാധിക്കും. ആഗോള എണ്ണ വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കപ്പലുകൾ പോകാൻ അനുവദിക്കില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെ ഇന്ത്യയുടെ ഇന്ധന ലഭ്യത കടുത്ത പ്രതിസന്ധിയിലാണ്. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യൻ കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നത് മറ്റൊരു പ്രതിസന്ധി കൂടിയാണ്. ഇന്ത്യൻ പതാകയുള്ള 37 കപ്പലുകളാണ് നിലവിൽ ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നത്. 100 ബില്യൺ രൂപയിലധികം മൂല്യമുള്ള കപ്പലുകളും ചരക്കുകളുമാണ് സുരക്ഷാ ഭീഷണി നേരിടുന്നത് എന്ന് ഇന്ത്യൻ കപ്പലുടമകൾ വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ അടിയന്തര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ ഷിപ്പ് ഓണേഴ്സ് അസോസിയേഷൻ തുറമുഖം ഷിപ്പിംഗ് മന്ത്രാലയത്തിന് കത്തയച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിന് സമീപം ഇന്ത്യയിലേക്കുള്ള 10,000 കോടി രൂപയുടെ ക്രൂഡ് ഓയിൽ അടക്കം കുടുങ്ങിക്കിടക്കുന്നു. ആകെ 23,000 ഇന്ത്യൻ നാവികർ ഗൾഫ് മേഖലയിൽ കുടുങ്ങിയെന്നാണ് റിപ്പോർട്ട്. ഇതിൽ 1074 പേർ മേഖലയിൽ കുടുങ്ങിയ 36 ഇന്ത്യൻ കപ്പലുകളിലുള്ളവരാണ്. മറ്റുള്ളവർ മേഖലയിലെ തുറമുഖങ്ങളിലും വിദേശ കപ്പലുകളിലുമായി കുടുങ്ങിക്കിടക്കുന്നവരാണ്. ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചത്. ഇതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാന വ്യാപാര പാതകളിലൊന്ന് നിശ്ചലമായി. ലോകത്തിലെ എണ്ണയുടെ 1/5 കടന്നു പോകുന്നത് ഈ വഴിയിലൂടെയാണ്. സൗദി അറേബ്യ, കുവൈറ്റ്, ഇറാഖ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വിതരണം തടസ്സപ്പെട്ടതോടെ ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരാൻ ഇടയായിട്ടുണ്ട്. ഏകദേശം 3200 കപ്പലുകളാണ് നിലവിൽ പേർഷ്യൻ ഉൾക്കടലിൽ ചലനമറ്റ നിലയിൽ കിടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.